നമസ്കാരം. ഇന്ന് ഭൂമിയിൽ ഒരാൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ കൂടെയുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നിഴലായിട്ട് ഒരാൾ കൂടെയുണ്ട്. ഈ നിഴലായിട്ട് കൂടെയുള്ള ആൾക്ക് ചില സമയത്ത് ചില വികൃതങ്ങളൊക്കെ തോന്നും. ആ വികൃതങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ ഏത് രീതിയിലും എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ആൾക്കുണ്ട്. ഏത് സമയത്തും ഇല്ലാതാക്കാം. ചില സമയത്ത് ഇദ്ദേഹം വളരെ സൈലൻ്റ് ആയിരിക്കും. നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇദ്ദേഹം സൈലൻ്റ് ആയിരിക്കും. അവസാന ഘട്ടം വരെ നമ്മളുണ്ടാവും. അല്ല നമ്മൾ ഓക്കെ അല്ലെങ്കിൽ ചില സമയത്ത് നമ്മളെയും കൊണ്ട് ഒറ്റ പോക്ക് അങ്ങോട്ട് പോകും. പിന്നെ നമ്മൾ ഉണ്ടാവില്ല ഈ ഭൂമിയിൽ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് അസുഖങ്ങൾ എന്നാണ് പറയാം. മനസ്സിലായി? ഡിസീസസ് എന്നാണ് ഇദ്ദേഹത്തെ പറയാം. സോ ഈ ഡിസീസസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. നമ്മുടെ കൂടെ തന്നെ ഉള്ളതാണ്. എല്ലാവരുടെയും കൂടെ തന്നെ, എൻ്റെയും നിങ്ങളുടെ എല്ലാവരെയും കൂടെ തന്നെ ഉണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പല സാഹചര്യങ്ങളിൽ നമ്മൾക്ക് അസുഖം കാര്യങ്ങൾ വരാറുണ്ട്. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡോക്ടറിനെ പോയിട്ട് കാണും. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷനിൽ കുറച്ച് സാധനങ്ങൾ എഴുതി തരും. അതിൻ്റെ പേരാണ് മെഡിസിൻസ്. അത് ഇദ്ദേഹത്തിന് തൽക്കാലം ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. ഈ മെഡിസിൻസ് നമ്മൾ അടിക്കും. അപ്പോഴേക്കും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. വീണ്ടും നമ്മൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യും. ചില സമയത്ത് ഒരിക്കലും രക്ഷ പോലും പെടാത്ത രീതിയിൽ നമ്മളെ പെടുത്തുക തന്നെ ഇദ്ദേഹം ചെയ്യും. അപ്പോൾ ഈ ഇദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറുത്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഘടകമാണ് മെഡിസിൻസ് എന്ന് പറയുന്നത്. അതായത് മരുന്നുകൾ. ഈ മരുന്നുകളെ കുറിച്ച് അന്വേഷിച്ച് പോയപ്പോൾ ഇന്ന് കാണാൻ പറ്റിയത് നമ്മുടെ ജീവൻ രക്ഷ മരുന്നുകൾക്ക് പോലും ഹൈ ആയിട്ടുള്ള റേറ്റാണ്. ഒരിക്കലും നമ്മൾ പണിയെടുത്തിട്ട് കിട്ടുന്ന ആ പൈസക്ക് ചില മരുന്നുകളൊക്കെ 10 20 നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത്രയും വില കൂടിയിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും മരുന്നുകളുടെ വില ഇങ്ങനെ കൂടി അങ്ങനെ ഹൈ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ മരുന്ന് കിട്ടാനുമില്ല. രണ്ടാമത്തെ കേസ്, ഇതിൽ കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് കാശുണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ മെഡിക്കൽ ഷോപ്പുകാർ. ഇവർ ഭയങ്കരമായിട്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള പൈസ ഇവരുണ്ടാക്കുന്നുണ്ട്. കാരണം എല്ലാവരുടെ കൂടെ ഈ ചങ്ങായി ഉണ്ട്. അസുഖം, ഡിസീസസ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്നാൽ ഈ മരുന്നിന് ഭയങ്കര വില കൂടുന്നുണ്ട്. ഈ വില കുറഞ്ഞിട്ട് ഈ മരുന്നിനൊക്കെയുള്ള വില വളരെ തുച്ഛമായിട്ടുള്ള ലെവലിൽ മരുന്നും കിട്ടണം. അതിനെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബിസിനസ്സും കൂടി ആക്കി മാറ്റിയാൽ സംഭവം പൊളിക്കും അല്ലേ? സംഭവം എന്തായാലും പൊളിക്കും. അപ്പോൾ 50 മുതൽ 90% വരെ മരുന്നുകൾക്ക് വിലക്കുറവും അതേസമയം അതിനെ ഒരു മികച്ച ബിസിനസ്സും ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫർമേഷനുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. പറഞ്ഞു വരുന്നത് ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ സിസ്റ്റമാണ്. നിങ്ങൾക്ക് പലർക്കെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്ര. ജൻ ഔഷധി കേന്ദ്ര എന്ന് പറഞ്ഞാൽ, ജൻ ഔഷധി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മെഡിക്കൽ ഷോപ്പുകളുണ്ടാവും. നിർഭാഗ്യവശാൽ എൻ്റെ നാട്ടിലില്ല കേട്ടോ. എൻ്റെ നാട്ടിൽ ഇത്തരത്തിലൊരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ പ്രത്യേകത പല നാടുകളിലും, ചിലപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ നാട്ടിൽ ഉണ്ടോ ഈ മെഡിക്കൽ ഷോപ്പ്? തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രം ഉണ്ടാവുമല്ലോ, അതിനടുത്ത് എവിടെയെങ്കിലും ഈ മെഡിക്കൽ ഷോപ്പ് ഉണ്ടോ നോക്കുക. അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതില്ലെങ്കിൽ ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രധാനമന്ത്രി ജൻ ഔഷധി സെൻറ്റർ സ്റ്റാർട്ട് ചെയ്ത മുഴുവൻ ആൾക്കാർ അവിടത്തേക്ക് വരും. കാരണമുണ്ട്. 50% മുതൽ 90% വരെ ഡിസ്കൗണ്ടാണ്. മരുന്നുകൾക്ക് ഡിസ്കൗണ്ടാണ്. സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇതിൻ്റെ ബെനഫിറ്റ് ലെവലിലേക്കും അതുപോലെ തന്നെ ഇതിനെ എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് എന്ന ലെവലിലേക്കൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ ബ്രൗഷർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രൗഷറാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓപ്പൺ എ ജൻ ഔഷധി കേന്ദ്ര ടുഡേ ഫോർ എ പ്രോസ്പെറസ് ടുമോറോ. ഹൗ ടു ഓപ്പൺ ജൻ ഔഷധി കേന്ദ്ര. നിങ്ങൾക്ക് എങ്ങനെയാണത് ഓപ്പൺ ചെയ്യേണ്ടത്. മാർജിൻ ആൻഡ് ഇൻസെൻറ്റീവ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ആൻഡ്രോയിഡ് iOS. ഇതൊക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഡു ദ ബിസിനസ് വിത്ത് PMBJP. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ മരുന്ന് ആവശ്യമുണ്ട്, പക്ഷേ ആൾക്കാരുടെ കയ്യിൽ പൈസയും ഇല്ല. അത്രയും ആ പൈസ അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമായിട്ടാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഓപ്പൺ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്ര. ഓക്കെ, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് വരാം. അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രധാനമായിട്ടും നിങ്ങൾ NGOകൾക്കും പ്രൈവറ്റ് വ്യക്തികൾക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ഏതൊരു വ്യക്തിക്കും, നിങ്ങൾക്കൊരു വ്യക്തിക്ക് വേണം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. NGOകൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ നമ്മുടെ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇവർക്കൊക്കെ വേണമെങ്കിൽ അവരുടെ അടുത്ത് തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പറഞ്ഞ മെഡിക്കൽ സ്റ്റോർ തുടങ്ങണമെങ്കിൽ ഒരു B ഫാം കഴിഞ്ഞ അല്ലെങ്കിൽ D ഫാം കഴിഞ്ഞ ഒരാൾ വേണം. അതായത് ഒരു ഫാർമസിസ്റ്റ് വേണം. ഒന്നുകിൽ ഫാർമസിസ്റ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വേറെ ആരുടെയും സംഭവമൊന്നും വേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് തുടങ്ങാൻ പറ്റും. ഫാർമസിസ്റ്റ് അല്ല നിങ്ങളെങ്കിൽ
നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫാർമസിസ്റ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ ജോലിക്ക് വെക്കാം. ജോലിക്ക് വെച്ച് അവരുടെ സർട്ടിഫിക്കറ്റ്, അവരുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഒരു DPharmൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഫാർമസിസ്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. ഒന്നുകിൽ ജോലിക്കായിട്ട് ഫാർമസിസ്റ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാർമസിസ്റ്റ് ആയിരിക്കണം. ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര അപ്ലൈ ചെയ്തിട്ടും എന്തൊക്കെ സ്വാധീനം ഉപയോഗിച്ചാലും ഈ സംഭവം കിട്ടില്ല. അതാണ് ഈ ഒരു ടോട്ടലുള്ള ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. പക്ഷേ ഇതിനൊരു കണ്ടീഷൻ, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലുള്ള പിള്ളേരൊക്കെ, ഒരുപാട് പിള്ളേർ ഈ നഴ്സിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് കോഴ്സ് പോയിക്കൂടെ, നല്ലതല്ലേ, നല്ല സാധ്യതയുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. എത്ര പേരോട് പറഞ്ഞാൽ പോലും അവർക്ക് ഫാർമസിസ്റ്റ് DPharmനോ അല്ലെങ്കിൽ BPharmനോ പോകാനുള്ള താല്പര്യമില്ല. നിങ്ങൾക്ക് 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു ജോബ് ഉണ്ടാവും. 100% നിങ്ങൾക്ക് ജോബ് കിട്ടിയിരിക്കും. അത്രയും പെർഫെക്ഷനാണ്, നല്ല ഹൈ സാലറി, നിങ്ങൾ ചോദിക്കുന്ന ലെവലിൽ നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ഈ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി. അത് ഡോക്ടർ എന്താണോ എഴുതി കൊടുക്കുന്നത് അത്രയും കാര്യങ്ങൾ തന്നെ ഇവർക്കും പഠിക്കണം. കാരണം ഒരു ഡോക്ടർ ഒരു മെഡിസിൻ പറഞ്ഞാൽ ആ മെഡിസിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചിലപ്പോൾ ഒരു പേഷ്യൻറ്റ് പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ ചോദിക്കും, ഇത് എന്തിനുള്ള മരുന്നാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഇന്നതിനുള്ള മരുന്നാണെന്ന് ആര് പറഞ്ഞു കൊടുക്കും? ഈ പറഞ്ഞ ഫാർമസിസ്റ്റ് പറഞ്ഞു കൊടുക്കും. മീൻസ് ഡോക്ടർ എന്തൊക്കെ പഠിക്കുന്നു അത്ര തന്നെ കാര്യങ്ങൾ ഈ പറഞ്ഞ ഫാർമസിസ്റ്റ് പഠിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലിയാണ്. അല്ലാതെ വെറുതെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു സപ്ലയർ ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ ചിന്തിക്കരുത്. അവർ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്. ഒരു ഡോക്ടറിൻ്റെ അത്രയും തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഈ ഒരു ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആരെങ്കിലും തമാശയ്ക്ക് ഒരു ഫാർമസിസ്റ്റിനെ കണ്ടിട്ട് ഒരു സപ്ലൈ ചെയ്യുന്ന ഒരാളാണ്, ഒരു സെയിൽസ്മാൻ എന്ന രീതിയിലൊന്നും സംസാരിക്കരുത്. നമ്മുടെ അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി മാത്രമേ നമ്മൾ അവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ അവരോട് ഡീൽ ചെയ്യാനും നമ്മൾ പാടുള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു പോസ്റ്റാണ് എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അതിൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചറോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറേ നല്ല അധ്യാപകർ, കുറേ ഡോക്ടേഴ്സ്, കുറേ എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് കൂടെ നിങ്ങൾ ഈ ഫാർമസിസ്റ്റ് എന്ന വേർഡ് കൂടി നിങ്ങൾ ഉപയോഗിച്ചാൽ ഒരുപാട് നന്ദി. ഉപയോഗിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ റിക്വയർമെൻറ്റ്, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ റിക്വയർമെൻറ്റ്, ചെറിയൊരു സ്പേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ വേണം. മീൻസ് ഒരു ഫാർമസി തുടങ്ങാൻ വേണ്ടിയിട്ട് ജൻ ഔഷധി അവിടെ തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ അവിടെ കൂടും. ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് 50 to 90% എല്ലാ മരുന്നുകളും ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് ടെസ്റ്റിംഗ് ലാബുകളും അതുപോലെ തന്നെ GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനും ഒക്കെയാണ് ഇത് മരുന്നുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്. അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഒരിക്കലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ കൊണ്ടിട്ട് അവിടെ ഇട്ടിട്ട് അത് ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയൊന്നും ഗവൺമെൻറ് ചെയ്യില്ല. അത്രയും ടെസ്റ്റിംഗ് ലാബുകളിലൊക്കെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു മരുന്ന്, അത്രയും ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ, സ്പെഷ്യൽ അപ്രൂവൽ പോലും എടുത്തിട്ടാണ് ആ മരുന്ന് അവിടെ വരുന്നത്. അപ്പോൾ വളരെ നല്ല മെഡിസിൻസ് ആയിരിക്കും ജൻ ഔഷധിയിൽ കിട്ടുന്നത് എന്നത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ചില ആപ്ലിക്കൻസിന്, ചില വുമൻ കാറ്റഗറീസിന്, അത് SC/ST-കാർക്ക്, ഇവർക്കൊക്കെ ഒരു സ്പെഷ്യൽ പരിഗണന ഇത് കൊടുക്കും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതിനൊരു ഫീസ് ഉണ്ട്. 5,000 rupees നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു ഫീസ് ഉള്ളത്, ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫീസ്. അതുപോലെ തന്നെ നമ്മൾ സർക്കാർ നിങ്ങൾക്ക് സഹായം തരും. നിങ്ങൾക്ക് മരുന്നിനുള്ള ക്രെഡിറ്റ്സ് കാര്യങ്ങളൊക്കെ തരും. 5 lakh rupees വരെയുള്ള ക്രെഡിറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അവർ തരും. അതൊരു സപ്പോർട്ടായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ലോജിസ്റ്റിക്, അതുമായി ബന്ധപ്പെട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യും. അത്രയും നല്ലൊരു ബിസിനസ് ആശയമാണ് ഈ പറയുന്ന ജൻ ഔഷധി എന്ന് പറഞ്ഞാൽ. എല്ലാവരും തുടങ്ങണം. ഈ ജൻ ഔഷധി തുടങ്ങുന്ന ഒരു സേവനം കൂടി പോലെ നിങ്ങൾ കാണണം. ശരിക്കും എല്ലാവർക്കും ഒരു ചെറിയ പൈസയ്ക്ക്, പാവപ്പെട്ടവന് ചെറിയ പൈസയ്ക്ക് ഒരു മരുന്ന് കിട്ടുക, നിങ്ങൾക്ക് 20% മാർജിൻ കിട്ടും. ആ പൈസയ്ക്ക് ഒരു മരുന്ന് നിങ്ങൾ കൊടുത്താൽ 100 രൂപയ്ക്ക് കടയിൽ കിട്ടുന്ന ഒരു മരുന്നായിരിക്കും മെഡിക്കൽ ഷോപ്പിൽ, അത് 50 രൂപയ്ക്ക് പേഷ്യൻസിന് കൊടുക്കും. 50 രൂപയ്ക്ക് പേഷ്യൻസിന് കൊടുത്താൽ ആ 50 രൂപയ്ക്ക് കൊടുത്താൽ അതിൻ്റെ 20% മാർജിൻ നിങ്ങൾക്ക് കൂടി കിട്ടും. ആലോചിച്ച് നോക്കുക, ഒരു മരുന്നിന് എത്ര പൈസ ഉള്ളൂ, എത്ര പൈസക്കാണ് ആ സാധനം വിൽക്കുന്നത്, ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത്രമാത്രം ഇത് സർക്കാർ തരുന്നതാണ്. സർക്കാർ തരുന്ന പദ്ധതിയുടെ ബെനിഫിറ്റാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത് ഒരു പ്രൈവറ്റ് ആണെങ്കിൽ എത്രത്തോളം ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ പ്രൈവറ്റായിട്ട് ഇനി മെഡിക്കൽ ഷോപ്പ് തുടങ്ങണോ? ടാറ്റ 1mg ഉണ്ട്, അതുപോലെ തന്നെ ഫാർമസിയുടെ ഉണ്ട്, അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി സ്വന്തമായിട്ട് തന്നെ ഒരു മെഡിക്കൽ ഷോപ്പ്, അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് ജൻ ഔഷധിയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റാണ്. janaushadhi.gov.in എന്നാണ് സൈറ്റിൻ്റെ പേര്. ഇതിനകത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അത് ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ബ്രോഷർ ഉണ്ട്, കംപ്ലീറ്റ് അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനും പറ്റും, ഡയറക്റ്റ് ഇതിൻ്റെ വിവരങ്ങൾ നോക്കാനും പറ്റും. അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ഉണ്ട്. ഇതിനകത്ത് കയറിയിട്ട് CEO ഓഫീസ്, അതുപോലെ തന്നെ മീഡിയ,
അതുപോലെ തന്നെ ഇതിൻ്റെ കേന്ദ്രം, ഇൻഫർമേഷൻ, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾക്കുള്ള അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള നമ്പേഴ്സ് കാര്യങ്ങളുണ്ട്. ഇത് അവരുടെ ടോൾ ഫ്രീ നമ്പറാണ്. ഇത് അവരുടെ ഫാക്സ്, ടെലിഫോൺ നമ്പർ, എല്ലാം കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ 6 മണി വരെ ഓഫീസ് വർക്ക് ചെയ്യും, മൺഡേ ടു ഫ്രൈഡേ. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാവരും എല്ലാ നാട്ടിൻപുറങ്ങളിലും ജനൌഷധി കേന്ദ്രങ്ങൾ തുടങ്ങി മികച്ച രീതിയിലുള്ള ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കുക, ജനങ്ങളെ നല്ല രീതിയിൽ സഹായിക്കുക. ഈ പറയുന്ന രോഗമൊക്കെ അസുഖമൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു മരുന്നൊക്കെ വില കുറച്ച് നമ്മൾ കൊടുക്കുമ്പോൾ, അവിടുന്ന് വാങ്ങിക്കുമ്പോൾ പോലും അവരെപ്പോഴും അവരുടെ ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും. അവരെപ്പോഴും പ്രാർത്ഥിക്കുന്നു അവരുടെ അസുഖമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ആ പ്രാർത്ഥനയിൽ ഒരു ഭാഗം നിങ്ങളുമായിട്ട് മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബിസിനസ് ആശയം പറഞ്ഞു തന്നു ഞാൻ. ഇനി ഈ ആശയം നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾ ഈ ആശയം ജനങ്ങളിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.